വൈകുന്നേരം ഞാനും ഏട്ടനും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഈ നടത്തമെന്ന് പറഞ്ഞ സംഭവമില്ല. രാവിലെ പോകുന്നതും വണ്ടിയിൽ, തിരിച്ച് വരുന്നതും വണ്ടിയിൽ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വെയിറ്റ് ഗെയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത് ഭയങ്കര കാല് വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മുടെ കായലിൻ്റെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ കയാക്കിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ആ കയാക്ക് ഇറക്കുന്ന ഭാഗമൊക്കെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ആ ഗ്യാപ്പൊക്കെ പായൽ കൊണ്ട് ഫില്ലായാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറക്കിയില്ല. കാരണം നല്ല കാറ്റുണ്ട്. ആ കാറ്റത്ത് ആ പായൽ നീങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതെല്ലാം വരുന്നതിന് മുമ്പ് ഇവിടെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയാമോ? നടക്കുന്ന വഴിയും കുളിക്കുന്ന കടവും എല്ലാം കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു പോയപ്പോഴത്തേക്കും നമുക്കൊരു പാള കിട്ടിയേ. നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ എടുത്തൊന്ന് മാറ്റിയിട്ടു. തിരിച്ചു വരുമ്പോൾ എടുക്കാമല്ലോ. ഈ ഒരു കാഴ്ച കണ്ടാൽ മനസ്സിലാവും ഇതൊരു കായലാണെന്ന്. മനസ്സിലാവത്ത് പോലും ഇല്ല കേട്ടോ. അത്രയ്ക്ക് ഗ്യാപ്പില്ലാതെ ഫില്ലായിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ കായൽ കാണാൻ പറ്റാത്തതുകൊണ്ടൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ആളും ബഹളവും വണ്ടിയുടെ ഒച്ചയൊന്നും ഇല്ലാത്തൊരു നാട്ടു വഴിയിലൂടെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ നടത്തം എന്ന് പറയുന്നത്. ഇതാണ് നല്ലത്. ഈ ഒരു നടത്തമാകുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിൽ കുളിർമയുള്ള കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പരുത്തിയുടെ മരം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഒരിക്കൽ ഇത് കണ്ടപ്പോഴത്തേക്കും അവനിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് കിട്ടിയപ്പോഴത്തേക്കും ഏട്ടൻ പറിച്ചു. അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ. നമ്മൾ ഇത് ഊതി പറത്തുമ്പോഴത്തേക്കും മൂക്കിലൊക്കെ പോയിട്ട് നല്ല തുമ്മലാവും. അതെനിക്ക് എങ്ങനെ മനസ്സിലാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം 2-3 ഇങ്ങനെ ഊതി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല തുമ്മലൊക്കെ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ അവനത് കൊടുത്തില്ല കേട്ടോ.